പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ, ഒരു വ്യക്തി മൂല്യത്തെ അളക്കുന്നതിനെയാണ് നമ്മൾ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഉപകരണങ്ങൾ, ടൂൾസ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞു. ചെക്ക് ലിസ്റ്റ്, അതുപോലെ റേറ്റിംഗ് സ്കെയില്, അതുപോലെ ഉപാഖ്യാന രേഖ, അതുപോലെ ശോധകങ്ങൾ, സഞ്ചിത ലേഖം, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തി മൂല്യത്തെ നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൂല്യനിർണ്ണയം നടത്താം, മൂല്യനിർണ്ണയ സങ്കേതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെ കുട്ടികളെ മൂല്യനിർണ്ണയം നടത്താം എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നിരീക്ഷണം, ഒബ്സർവേഷൻ. കുട്ടികളുടെ പ്രവർത്തനം നിരീക്ഷിച്ച് അത് വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് നിരീക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ പ്രവർത്തനം നിരീക്ഷിച്ച് വിലയിരുത്തുന്ന രീതിയാണ് നിരീക്ഷണം. 3 തരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും. ഓക്കെ, ഒന്ന് പങ്കാളിത്ത നിരീക്ഷണം. നമുക്കറിയാവുന്നതാണ്, ചില കായിക അധ്യാപകരൊക്കെ കുട്ടികളെ നിരീക്ഷിക്കാൻ വേണ്ടി കുട്ടികളുടെ കൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കളിക്കും. ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ കുട്ടികളുടെ കൂടെ തന്നെ അവരും ജേഴ്സിയും ബൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് കളിക്കും. അവർ കളിക്കുന്നത് എന്തിനാണ്? കുട്ടികളെ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ അധ്യാപകൻ കുട്ടിയെ നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ച കണ്ടെത്തലുകൾ അധ്യാപകൻ രേഖപ്പെടുത്തി വെക്കുന്നു. അത് റേറ്റിംഗ് സ്കെയിലിലായിരിക്കാം, മറ്റെന്തെങ്കിലും ഉപകരണത്തിലും ആ കായിക അധ്യാപകൻ അത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നിരീക്ഷണ ഗ്രൂപ്പിൽ അംഗമായി നിന്നുകൊണ്ട് നിരീക്ഷണം നടത്തുന്നതിനെയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആണ്. അതായത് കായിക അധ്യാപകൻ ആ ഗ്രൂപ്പിൽ തന്നെ ഒരു അംഗമായിട്ട് ചേർന്നു കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ അംഗങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നിരീക്ഷണം നടത്തിക്കൊണ്ട് ആ മൂല്യനിർണ്ണയം നടത്തുന്നു. ഓക്കെ. രണ്ടാമത്തത്, അതേ കായിക അധ്യാപകൻ കുട്ടികളെ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് വിടുന്നു. ഒരു കോച്ചായി നിന്നുകൊണ്ട് പുറത്തുനിന്ന് വീക്ഷിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട് കുട്ടികളെ മൂല്യനിർണ്ണയം നടത്തുന്നു. അപ്പോൾ പങ്കാളിത്തമില്ലാത്ത നിരീക്ഷണം. നിരീക്ഷിക്കപ്പെടുന്ന ഗ്രൂപ്പിൽ അംഗമല്ലാതെ പുറത്തു നിന്നുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന രീതിയാണ് പങ്കാളിത്തമില്ലാത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിയന്ത്രിത നിരീക്ഷണം. അന്ന് നിരീക്ഷകൻ ഒരു പ്രത്യേക പരീക്ഷണശാലയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ നിയന്ത്രിത നിരീക്ഷണം എന്ന് പറയുന്നത്. ഒരു ലാബിലൊക്കെ നടത്തുന്ന ഒരു നിരീക്ഷണം, സയൻസ് ലാബിലൊക്കെ നടത്തുന്ന നിരീക്ഷണം നിയന്ത്രിത നിരീക്ഷണത്തിന് ഉദാഹരണമാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള നിരീക്ഷണമാണ് ഉള്ളത്. പങ്കാളിത്ത നിരീക്ഷണം, പങ്കാളിത്തമില്ലാത്ത നിരീക്ഷണം, നിയന്ത്രിത നിരീക്ഷണം. ഓക്കെ, നിരീക്ഷണം നമുക്ക് വിടാം. ഇനി അടുത്തത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി ഒരു ബൃഹത്തായ പഠനമാണ്. ഓക്കെ, ഒരു മൂല്യനിർണ്ണയത്തിന് വളരെ ബൃഹത്തായ ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ പഠനമാണ് കേസ് സ്റ്റഡി. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കുട്ടിയുടെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായും ആഴത്തിലും പഠിക്കുന്ന രീതിയാണ് വ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡി. അപ്പോൾ കുട്ടിയുടെ സാർവത്രികമായിട്ടുള്ള മേഖലയെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ അധ്യാപകന് ഒരു വിലയിരുത്തൽ സാധ്യമാകൂ. കുട്ടിയുടെ എല്ലാവിധ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട്, വീട്ടിലുള്ള ചുറ്റുപാട്, എക്കണോമിക്കലായിട്ടുള്ള ചുറ്റുപാട്, കുട്ടിയുടെ മാനസികമായിട്ടുള്ള മേഖല എല്ലാം പഠിച്ചാൽ മാത്രമേ ഒരു അധ്യാപകന് ആവശ്യമായിട്ടുള്ള മൂല്യനിർണ്ണയം നടത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ആവശ്യമായിട്ടുള്ള പരിഹാര ബോധനം നടക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്: ഒരു കുട്ടി ക്ലാസ്സിൽ വല്ലാതെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു, അതിക്രൂരമായിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഇത് അധ്യാപകൻ ഏത് ടീച്ചിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടുക? അപ്പോൾ ഒരു കുട്ടി ആരെയും വകവെക്കാതെ വല്ലാതെ കുട്ടികളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ ആ കുട്ടിയെ കേസ് സ്റ്റഡിക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ചുറ്റുപാടിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്നതാണ് അധ്യാപകൻ നടത്തേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അഭിമുഖമാണോ, നിരീക്ഷണമാണോ, അല്ലെങ്കിൽ കേസ് സ്റ്റഡിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൽ എഴുതേണ്ട ഉത്തരം
കേസ് സ്റ്റഡിയാണ്. അപ്പോൾ അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വളരെ ഗ്ലൂമി ആയിട്ട് കാണപ്പെടുന്നു. ചില സമയങ്ങളിൽ ആ കുട്ടി വെറുതെ ചിരിക്കുന്നു, ചില സമയങ്ങളിൽ ആ കുട്ടി വിതുമ്പി കരയുന്നു. എങ്കിൽ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കുക? അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും കേസ് സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ വ്യക്തി പഠനമാണ് നടത്തേണ്ടത്. വ്യക്തി പഠനം എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടും ആഴത്തിലും കുട്ടിയെക്കുറിച്ച് പഠിക്കണം, അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും വേണം. ഇതാണ് കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലിയർ ആണ്. നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. അഭിമുഖം. നമുക്കറിയാവുന്നത് മുഖാമുഖ ബന്ധത്തിലൂടെ പരസ്പര വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയാണ് അഭിമുഖം. അതായത് നമ്മൾ ഒരു കുട്ടിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് കുട്ടിയുടെ വാചാലത, മുഖഭാവം, ശരീരഭാഷ എന്നിവയിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കുറച്ച് മൂല്യനിർണ്ണയം നടത്താൻ സാധിക്കും. കുട്ടി എങ്ങനെ സംസാരിക്കുന്നു, കുട്ടിയുടെ മുഖഭാവം, കുട്ടിയുടെ ശരീരഭാഷ എന്നിവയിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചു കൊണ്ട് അധ്യാപകന് മൂല്യനിർണ്ണയം നടത്താൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് നിരീക്ഷണമാണ്, രണ്ടാമത്തത് വ്യക്തി പഠനം കേസ് സ്റ്റഡിയാണ്, മൂന്നാമത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖമാണ്. ഓക്കെ, അപ്പോൾ ഈ അഭിമുഖം നടത്താൻ വേണ്ടിയിട്ടൊരു ചോദ്യാവലി ആവശ്യമാണ്. വളരെ സിമ്പിളാണ്. ഇനി അടുത്തതാണ് സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സമൂഹത്തിൽ എത്രമാത്രം സ്ഥാനം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാമൂഹിക മിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി. ഒരു കുട്ടിക്ക്, ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് മറ്റുള്ളവരെങ്ങനെയാണ് ആ കുട്ടിയെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനം, സാമൂഹികമായിട്ടുള്ള സ്ഥാനം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് സോഷ്യോമെട്രി അല്ലെങ്കിൽ സാമൂഹിക മിതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് 3 ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. സമൂഹ ലേഖം അല്ലെങ്കിൽ സോഷ്യോഗ്രാം, സാമൂഹികാന്തരമാപിനി, അതുപോലെ അഭ്യൂഹ പരീക്ഷ. ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമുക്ക് സമൂഹ ലേഖം എന്താണെന്ന് നോക്കാം. സോഷ്യോഗ്രാം. ഓക്കെ, ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്ഥാനം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സാമൂഹിക ലേഖനം അല്ലെങ്കിൽ സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മൾ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ആദ്യ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നമുക്ക് ഒരു ക്ലാസ് ലീഡറെ ആവശ്യമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു മൂല്യനിർണ്ണയം നടത്തുകയാണ്. നിങ്ങൾ ആരെയാണ് ക്ലാസ് ലീഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക? കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ഒരു പ്രത്യേക കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിക്കും. എല്ലാ കുട്ടിയും ഒരു പ്രത്യേക കുട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു 1-2 പ്രത്യേക കുട്ടികളിലേക്ക് ചൂണ്ടിക്കാണിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റാർസ്, ആ കുട്ടിയെ നമ്മൾ ആ കുട്ടിയാണ് വലിയൊരു സ്ഥാനം ആ ഒരു സമൂഹത്തിൽ, ആ സംഘത്തിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ സമൂഹ ലേഖം എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരു വ്യക്തിയുടെ സ്ഥാനം മനസ്സിലാക്കിയെടുക്കുന്നതാണ് സോഷ്യോഗ്രാം അല്ലെങ്കിൽ സമൂഹ ലേഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാവരുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടി അല്ലെങ്കിൽ 1-2 കുട്ടികളാണ് ലീഡർ ആവാൻ യോഗ്യൻ എന്ന് അവർ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ സ്ഥാനം നമുക്ക്, ആ ഗ്രൂപ്പിലുള്ള സ്ഥാനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മറ്റുള്ളവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് താരങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കൂ. ഒന്നാമത്തെ പിക്ചറിൽ ഇവിടെ ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളെല്ലാം കൂടി തിരഞ്ഞെടുത്തത് സി എന്ന് പറയുന്ന വ്യക്തിയാണ്. സി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. ഒന്നിലധികം ഉണ്ടെങ്കിൽ താരങ്ങൾ എന്ന് പറയാം. അപ്പോൾ ആ കുട്ടിയുടെ സാമൂഹികപരമായിട്ടുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി കാണാൻ സാധിക്കും. ക്ലാസ്സിലെ കുട്ടികളിൽ 3-4 കുട്ടികൾ പരസ്പരം, 2-3 കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ആരാണ് ലീഡർ ആവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ബി എന്ന കുട്ടി എമ്മിനെ കാണിക്കും, എം എന്നുള്ള കുട്ടി കെയെ കാണിക്കും, കെ എന്നുള്ള കുട്ടി ബിയെ കാണിക്കും. അങ്ങനെ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചൂണ്ടിക്കാണിക്കും. ഇവരെ നമുക്ക് ക്ലിക്ക് എന്ന് പറയാം. ക്ലിക്ക് എന്ന് പറയാം. 3-4 അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്ന ഉപസംഘങ്ങളാണ് ക്ലിക്ക്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കൂ. ബി എന്നുള്ള കുട്ടി എമ്മിനെ കാണിക്കുന്നു, അതുപോലെ എം കെ എന്നുള്ള കുട്ടി എമ്മിനെ കാണിക്കുന്നു, കെ എന്നുള്ള കുട്ടി ബിയെ കാണിക്കുന്നു. അവർ തമ്മിലൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 3-4 കുട്ടികൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഉപസംഘങ്ങൾ പരസ്പരം ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അവരുടെ സ്ഥാനം ആ ഒരു ലിമിറ്റിൽ ഒതുങ്ങുകയാണ്, ആ 3 കുട്ടികൾക്കിടയിൽ ഒതുങ്ങുകയാണ്. നാലാമതൊരാൾ അവർ ചൂസ് ചെയ്യുന്നുമില്ല. അങ്ങനത്തെ സംഘങ്ങളെയാണ് നമ്മൾ ക്ലിക്കുകൾ എന്ന് പറയുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമാണ് പരസ്പരം തിരഞ്ഞെടുക്കുന്ന ഇരട്ടകൾ. ദ്വന്ദ്വങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ദ്വന്ദ്വങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നോക്കൂ, എൽ എന്ന് പറയുന്ന കുട്ടി എമ്മിനെയും എം എന്ന് പറയുന്ന കുട്ടി എല്ലിനെയും തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ദ്വന്ദ്വങ്ങൾ, മ്യൂച്വൽസ് എന്ന് പറയും. ഓക്കെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കുകയാണ്. മൂന്നാമതൊരാളെ അവരെന്ത് ചെയ്യുന്നില്ല, തിരഞ്ഞെടുക്കുന്നില്ല. അവരാണ് ദ്വന്ദ്വങ്ങൾ. ഓക്കെ, അതുപോലെ മറ്റു ഒരു വിഭാഗമാണ് ഐസൊലേറ്റ്സ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവ. അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അവരെ ആരും തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഷ്യോമെട്രിക് അല്ലെങ്കിൽ സാമൂഹിക മിതിയിൽ നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടതാണ് താരകങ്ങൾ, അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ക്ലിക്കുകൾ, അതുപോലെ ദ്വന്ദ്വങ്ങൾ, അതുപോലെ ഒറ്റപ്പെട്ടവ. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുകയാണ്. എന്താണ് താരങ്ങൾ? അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് താരങ്ങൾ. അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ് താരങ്ങൾ. ഇനി എന്താണ് ക്ലിക്കുകൾ എന്നാണ്. 3-4 അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നുണ്ടാക്കുന്ന ഉപസംഘങ്ങളാണ് ക്ലിക്കുകൾ. ഓക്കെ, അപ്പോൾ അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞത് അവർക്കിടയിൽ മാത്രമേ ഉള്ളൂ, നാലാമതൊരാൾക്ക് ഇല്ല. ഓക്കെ, പിന്നെ പരസ്പരം ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കുന്നവരാണ് ദ്വന്ദ്വങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഇരട്ടകളെയാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുക, മ്യൂച്വൽസ് എന്ന് പറയും. ആരും മൈൻഡ് ചെയ്യാത്ത ആളുകളാണ് ഒറ്റപ്പെട്ടവ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കുട്ടിയുടെ സാമൂഹികപരമായിട്ടുള്ള സ്ഥാനം എന്തെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിൽ തന്നെ പറയുന്നുണ്ട് മറ്റൊരു അഭ്യൂഹ പരീക്ഷ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യനുകൾ കൊടുക്കുക. അധ്യാപകൻ കുറച്ച് കൊടുക്കും. എന്നും വൈകുന്ന കുട്ടിയുടെ പേര് എഴുതാൻ പറയുമ്പോൾ എല്ലാവരും ഒരു കുട്ടിയുടെ പേര് എഴുതും. ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ പേര് എഴുതാൻ പറയുമ്പോൾ ആ ഒരു കുട്ടിയുടെ പേര് എഴുതും. അതുപോലെ കൂടുതൽ തമാശ പറയുന്ന കുട്ടിയുടെ പേര് എഴുതാൻ പറയുമ്പോൾ ഒരു കുട്ടിയുടെ പേര് എഴുതും. അപ്പോൾ ഒരു കുട്ടിക്ക് സമൂഹം എന്ത് സ്ഥാനം നൽകുന്നു എന്നൊക്കെ നിർണ്ണയിക്കാനാണ് ഈ ഒരു അഭ്യൂഹ പരീക്ഷ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം. മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിരീക്ഷണം 3 രീതിയിലുണ്ട്. പങ്കാളിത്ത നിരീക്ഷണം, പങ്കാളിത്തമില്ലാത്ത നിരീക്ഷണം, നിയന്ത്രിത നിരീക്ഷണം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞു കേസ് സ്റ്റഡി. വ്യക്തമായിട്ട് സമഗ്രമായിട്ടുള്ള പഠനമാണ് കേസ് സ്റ്റഡി. അതിലൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ അഭിമുഖം, പരസ്പരം സംസാരിച്ചുകൊണ്ട് കുട്ടിയുടെ വാചാലത, മുഖഭാവം, ശരീരഭാഷ എന്നിവയിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തുന്നതാണ് അഭിമുഖം. അതിന് ഒരു ചോദ്യാവലി ആവശ്യമാണ്. സാമൂഹിക മിതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആ കുട്ടികളുടെ സംഘം എത്രമാത്രം സ്ഥാനം നൽകുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് സമൂഹ ലേഖം അല്ലെങ്കിൽ സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് താരങ്ങളെയും അതുപോലെ ക്ലിക്കുകളെയും അതുപോലെ മ്യൂച്വൽസ്, ദ്വന്ദ്വങ്ങളെയും ഒറ്റപ്പെട്ടവയും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നത്. അപ്പോൾ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഒരു വിജയ ആശംസ നേരുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.